ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജിഞ്ചർ ബ്രെഡ് കേക്കിന്റെ റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ജിഞ്ചർ ബ്രെഡ് കേക്ക് എന്ന് പറയുന്നത് നന്നായിട്ട് സ്പൈസസ് ഒക്കെ ചേർത്ത് ജിഞ്ചർ ഫ്ലേവറിൽ ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. ക്രിസ്മസ് സ്പെഷ്യലായിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർക്കാം. ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന 2 കപ്പ് മൈദയാണ്, 240 ഗ്രാം മൈദ, ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ വീതം സിനമണും ക്ലോവ്സും കൂടെ 1/2 ടീസ്പൂൺ വീതം, ഗ്രാമ്പൂ പൊടിച്ചതും പട്ട പൊടിച്ചതും കൂടെ 1/2 ടീസ്പൂൺ വീതം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത് മാറ്റി വെക്കാം. ഒരു വലിയ ബോൾ എടുക്കാം. ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇത് വേണ്ടത് 100 ഗ്രാം മെൽറ്റഡ് ബട്ടർ, അതേപോലെ തന്നെ 1/2 കപ്പ് ശർക്കര. 1/2 കപ്പ് ശർക്കര പാനിയാണ് നമ്മളെടുത്ത്. അപ്പോൾ അതിനായിട്ട് 100 ഗ്രാം ശർക്കര എടുക്കുക. ഏകദേശം ഒരു 3/4 കപ്പോളം വരും. അതിലേക്ക് ഒരു 1/4 കപ്പ് കൂടെ വെള്ളം ചേർത്ത് ഉരുക്കി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് 1/2 കപ്പോളം ശർക്കര പാനി കിട്ടും. 1/2 കപ്പ് തൈര്. നമുക്കിതിനകത്തേക്ക് ചേർക്കാനുള്ളത് 1/3 കപ്പ് ബ്രൗൺ ഷുഗർ. അതേപോലെ നമ്മുടെ കേക്കിൻ്റെ മെയിൻ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഇഞ്ചിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡ്രൈ ജിഞ്ചർ പൗഡർ ചേർക്കാം, അല്ല എങ്കിൽ ഫ്രഷ് ജിഞ്ചർ ഇതേപോലെ പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കാം. ഞാൻ ചേർക്കുന്ന 2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റാണ്. ഇതിലേക്ക് 3 മുട്ടയും കൂടെ ചേർക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കാം. ഇത് ഓപ്ഷണലാണ്. നമ്മൾ ഓൾറെഡി സ്പൈസസ് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് വാനില എസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഒന്ന് ലൈറ്റായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻഡ് ആയി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ലോ സ്പീഡിലിട്ട് ചെറുതായിട്ട് ബീറ്റ് ചെയ്യും. മൈദ ഇട്ട ശേഷം നമ്മൾ കൂടുതൽ നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല. കേക്ക് ഡെൻസ് ആയിപ്പോൾ കട്ടിയാവും. ലൈറ്റായിട്ട് ബീറ്റ് ചെയ്തിട്ടുള്ളൂ. പാറ്റില വെച്ച് ഫോൾഡിങ് ചെയ്യുക. ഇതിനകത്തേക്ക് ഇനി വാൾനട്ട് ചേർക്കാം. ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ചേർക്കുന്നത് വാൾനട്ട്സ് ആണ്. 1/3 കപ്പ്. ഇവിടെ ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു ബൺ പാനാണ്. ബൺ പാനിൽ ആദ്യം ബട്ടർ വെച്ചിട്ട് നന്നായിട്ട് മൈദ വെച്ച് ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള 8 ഇഞ്ചിൻ്റെ ഏത് പാനിലും ഉപയോഗിക്കാം. ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം. ടാപ്പ് ചെയ്യാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് ഒരു 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കും. ജിഞ്ചർ ബ്രെഡ് കേക്ക് നമ്മൾ അവനിൽ നിന്ന് എടുത്തിട്ട് കൂളാവാനായിട്ട് വെച്ചേക്കായിരുന്നു. അത്യാവശ്യം കൂളെ, ചെറിയ ചൂടേ ഉള്ളൂ. ഈ ഒരു കേക്ക് പ്ലേറ്റിലേക്ക് മാറ്റും. നമുക്കിതിൻ്റെ പുറത്തൊഴിക്കാനായിട്ട് ചെറിയൊരു ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കാം. അതിനായിട്ട് 1 കപ്പ് ഐസിങ് ഷുഗർ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് ഇടഞ്ഞെടുത്തേക്കുന്നതാണ്. അരിപ്പയിൽ തള്ളിയെടുത്തിട്ട് മെഷർ ചെയ്തേക്കുന്നതാണ് 1 കപ്പ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. അതുപോലെ തന്നെ ഒരു നുള്ള ഉപ്പും കൂടെ. ഒത്തിരി തിക്കാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാം. നമ്മൾ ഈ ഉണ്ടാക്കിയേക്കുന്ന ഷുഗർ ഫ്രോസ്റ്റിങ് പൈപ്പിംഗ് ബാഗിലേക്ക് ഇടാം. പൈപ്പിംഗ് ബാഗ് വേണമെന്നില്ല, നമുക്ക് ഡയറക്റ്റ് കേക്കിൻ്റെ പുറത്തേക്ക് ഒഴിക്കാം. ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക.
ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ചുമ്മാ ഗാർണിഷ് ചെയ്യാനായിട്ട് ജിഞ്ചർ ബ്രെഡ് കുക്കീസ് വെച്ചിട്ട് കുറച്ച് ഷേപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഫ്രീസും അതേപോലെ ജിഞ്ചർ ബ്രെഡ് എന്നൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്രിസ്മസി ലുക്ക് കിട്ടാനായിട്ട് വേണമെങ്കിൽ കുറച്ച് ഷുഗർ സ്പ്രിങ്കിൾ ചെയ്യാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ജിഞ്ചർ കേക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതുപോലെ സിമ്പിൾ ഡെക്കറേഷൻ ഈസി ആയിട്ട് ചെയ്യുകയും ചെയ്യാം. നമ്മൾ സാധാരണ എപ്പോഴും ക്രിസ്മസിന് എല്ലാവരും ഫ്രൂട്ട് കേക്ക് ഒക്കെയാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ അതിനൊരു വ്യത്യാസമായിട്ട് ജിഞ്ചർ കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.